കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവന ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ ഹിന്ദു ജനസംഖ്യ വലിയ തോതിൽ കുറയുന്നു, എന്നാൽ മുസ്ലിം ജനസംഖ്യ വലിയ രീതിയിൽ ഉയരുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. കണക്കുകൾ പ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. 1951 ജനസംഖ്യ നോക്കുകയാണെങ്കിൽ, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടന്നപ്പോൾ 84% ഹിന്ദു ജനസംഖ്യ. അന്ന് മുസ്ലിം ജനസംഖ്യ 9.8%. നിലവിൽ ഇപ്പോൾ 2021 സെൻസസ് നമുക്ക് മുമ്പിലില്ല. പക്ഷേ 2011 സെൻസസിൻ്റെ കണക്കുകൾ, ഏറ്റവും ഒടുവിലെ സെൻസസിൽ നിന്ന് ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം 14.2% രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ. എന്നാൽ ഹിന്ദു ജനസംഖ്യ 79% എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് ഹിന്ദു ജനസംഖ്യ 1951 മുതൽ ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 5% ഹിന്ദു ജനസംഖ്യ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 84 നിന്ന് 79 മാറി. പക്ഷേ മുസ്ലിം ജനസംഖ്യ 9.8% നിന്ന് 14.2 മാറി. അപ്പം പുതിയ സെൻസസ് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കണക്കുകൾ പ്രകാരം ഹിന്ദു ജനസംഖ്യ വീണ്ടും കുറയാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. ഇതിനൊരു പ്രധാന കാരണം ഫെർട്ടിലിറ്റി റേറ്റ് മാത്രമല്ല, അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി റേറ്റ് അല്ല എന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. ഇതിന് പ്രധാന കാരണം ഫെർട്ടിലിറ്റി റേറ്റ് ഒരു വിഷയം തന്നെയാണ്, സ്വാഭാവികമായിട്ടും അതിൽ ഏറ്റക്കുറച്ചിലുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഈ വലിയ തോതിലുള്ള നുഴഞ്ഞുകയറ്റം, ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റമാണ് ഈ രീതിയിൽ ഒരു മുസ്ലിം ജനസംഖ്യാ വർധനവിന് കാരണമാകുന്നതെന്നാണ് അമിത്ഷാ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഈ ഒരു പ്രശ്നം വലിയൊരു ഹോട്ട് ടോപ്പിക്കായിട്ട് വർഷങ്ങളായിട്ട് നിൽക്കുകയാണ്. ആദ്യം ഇത് അസമിലായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അസമിൽ ഇപ്പോഴും വലിയ പ്രശ്നം തന്നെയാണ്. പിന്നീട് മറ്റ് സംസ്ഥാനങ്ങൾ, ഇപ്പോൾ ബംഗാളിൽ വലിയ തോതിലുള്ള ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കം ഉണ്ടാകില്ല. അപ്പോൾ അതിപ്പോഴും അവിടെ ഒരു വലിയ വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം ആ ഒരു വിഷയം, അതായത് ഈ അനധികൃത കുടിയേറ്റം, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് ആളുകൾ വന്ന് പിന്നീട് ഔദ്യോഗിക രേഖകളൊക്കെ തട്ടിക്കൂട്ടി അല്ലെങ്കിൽ ഉണ്ടാക്കി പിന്നെ ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കുന്ന ഒരു സമ്പ്രദായം വലിയൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ദേശസുരക്ഷയ്ക്ക്, അതുകൂടാതെ തന്നെ സാമുദായിക സന്തുലിതാവസ്ഥ ഇല്ലാതാക്കുന്ന രീതിയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബംഗ്ലാദേശി ഒറിജിനായിട്ടുള്ള ആളുകൾ, അതായത് ബംഗ്ലാദേശിൽ നിന്ന് പല കാലങ്ങളിലായിട്ട് കുടിയേറിയിട്ടുള്ള, ഏറ്റവും ഒടുവിൽ കുടിയേറിയവരുണ്ടാവും, അതല്ലാതെ തന്നെ വർഷങ്ങളായിട്ട് കുടിയേറിയ ആളുകൾ, ഇങ്ങനെ എല്ലാം കൂടെ വരുമ്പോൾ ഇവർ ഏതാണ്ട് ഒരു 5 കോടിയിലധികം രാജ്യത്തെ ജനസംഖ്യയിൽ വരുമെന്നാണ് പറയുന്നത്. അതായത് ബംഗ്ലാദേശി ഒറിജിനായ ആളുകൾ 5 കോടിയിലധികം ഉണ്ടാവും. അതിൽ പല ആളുകളും വളരെ അനധികൃതമായ രീതിയിൽ രാജ്യത്തേക്ക് വന്ന് പിന്നീട് ആധാർ ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റു രേഖകളൊക്കെ ഉണ്ടാക്കിയ ഒരുപാട് ഇൻസിഡൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് വാർത്തകൾ വരാറുണ്ട്. അപ്പോൾ ഇതൊരു വലിയ വിഷയം തന്നെയാണ് രാജ്യത്തെ സംബന്ധിച്ച്. കാരണം ഈ അനധികൃത കുടിയേറ്റം സംഭവിക്കുന്ന അസമിലും ബംഗാളിലുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദൂഷ്യവശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ജനസംഖ്യയിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിപ്പം ഈ വിഭാഗക്കാർ പല സംസ്ഥാനങ്ങളിലേക്കും മാറുന്നു എന്നുള്ളതാണ്. കാരണം ഈ കുടിയേറ്റം നടത്തിയ ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. അപ്പോൾ ജാർഖണ്ഡിൽ ആ ഒരു പ്രോബ്ലം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഇത് സംബന്ധിച്ചുള്ള ഒരുപാട് വിഷയങ്ങൾ അവിടെ സംഭവിച്ചിരുന്നു. അതുകൂടാതെ തന്നെ ഉത്തരാഖണ്ഡ്, പിന്നെ ഒഡീഷ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഈ ബംഗ്ലാദേശി ഒറിജിനായിട്ടുള്ള ആളുകൾ ഇപ്പോൾ കുടിയേറുന്നു അല്ലെങ്കിൽ അവർ വരുന്നു എന്നുള്ളത് ഒരു വലിയ വാർത്തയാണ്, വലിയൊരു വിഷയമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അസമിൻ്റെ അവസ്ഥയാണ്. കാരണം അസം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം എങ്ങനെ ഈ പറയുന്ന ബംഗ്ലാദേശി മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് മാറി, മിയ മുസ്ലിംസ് എന്നാണ് അവർ അറിയപ്പെടുന്നത്, ബംഗാളി സംസാരിക്കുന്ന ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിങ്ങൾ. 11 ജില്ലകളിൽ നിലവിൽ ബംഗ്ലാദേശി മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷം. പിന്നെ ഒരു 4-5 ജില്ലകളിൽ നിർണായക പോപ്പുലേഷൻ ഈ പറയുന്ന മിയ മുസ്ലിങ്ങൾക്കുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇതൊരു മതപരമായ വിഷയം മാത്രമല്ല. കാരണം ബംഗ്ലാദേശികളാണ് അവർ സ്വാഭാവികമായിട്ടും വിഭജനത്തിന് ശേഷം അവർക്ക് സ്വന്തമായിട്ടുള്ള രാഷ്ട്രം ലഭിച്ചതാണ്. കിഴക്കൻ പാകിസ്ഥാനായിരുന്നു ആദ്യം, പിന്നീട് അത് ബംഗ്ലാദേശായി മാറി. ഇന്ത്യക്ക് അതിൽ നിർണായക റോളുണ്ട്. ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാഷ്ട്രത്തെ രൂപീകരിക്കുന്നതിൽ ഇന്ത്യക്ക് നിർണായക റോളുണ്ട്. പക്ഷെ അതിനുശേഷം ഈ കുടിയേറ്റം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ബംഗ്ലാദേശിൽ നിന്നുള്ള ഈ മിയ മുസ്ലിങ്ങളുടെ വ്യാപകമായ കുടിയേറ്റം കാരണം ഏറ്റവും കൂടുതൽ അസ്തിത്വ പ്രതിസന്ധി നേരിടുന്ന ഒരു വിഭാഗം അസമിലെ തദ്ദേശീയരായുള്ള മുസ്ലിങ്ങളാണ്. കാരണം ആസാമീസ് ഭാഷ സംസാരിക്കുന്ന ഒരു വലിയ വിഭാഗം മുസ്ലിങ്ങൾ അസമിലുണ്ട്. പ്രത്യേകിച്ച് 13-ാം നൂറ്റാണ്ടിലും അതിനുശേഷമൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ച ഒരു വിഭാഗമാണ്. 4-5 വിഭാഗമായിട്ടാണ് ആ ഒരു അസമീസ് ഇൻഡിജീനിയസ് മുസ്ലിങ്ങളെ വേർതിരിച്ചിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്കിതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം അവരുടെ അവകാശങ്ങൾ ഈ ബംഗ്ലാദേശികളായ നുഴഞ്ഞുകയറ്റക്കാർ
തട്ടിയെടുക്കുന്നു എന്നുള്ള ഒരു ആരോപണം വളരെ സജീവമാണ്. അത് സത്യം തന്നെയാണ്. കാരണം അസമിലെ 1.3 കോടി വരുന്ന മുസ്ലിം ജനസംഖ്യയിൽ ഏതാണ്ട് 75% പേർ ഈ ബംഗ്ലാദേശിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ അവർക്കാണ് ഇപ്പോൾ പൊളിറ്റിക്കൽ പവർ. അവർ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അസമിലെ മുസ്ലിം കമ്മ്യൂണിറ്റി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവർക്കാണ് MP-മാരും MLA-മാരൊക്കെ ഉള്ളത്. AUDF എന്ന് പറയുന്ന ഒരു സംഘടന തന്നെ അവിടെയുണ്ട്, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അത് ശരിക്കും ബംഗ്ലാദേശി കുടിയേറ്റക്കാർ രൂപീകരിച്ച പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ബദ്രുദ്ദീൻ അജ്മൽ എന്ന് പറയുന്ന MP ഒക്കെ നമുക്കറിയാം. അദ്ദേഹമൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിൽ അതിനു മുമ്പൊക്കെ അദ്ദേഹമൊക്കെ പാർലമെന്റിൽ ഉണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ അവർക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അസം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ ഉണ്ടായിരുന്ന 126 സീറ്റിൽ 16 സീറ്റിൽ വിജയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ലോവർ ആസാമിൽ, ബ്രഹ്മപുത്ര വാലിയിലെ ലോവർ ആസാമിൽ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന മേഖലയിലാണ് ഇവരുടെ ഒരു സ്വാധീന ശക്തി. അധികം വൈകാതെ തന്നെ ഇവർ അസമിലൊരു പ്രധാന പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് മാറും. ഇപ്പോൾ തന്നെ AUDF അസമിലെ 3ാമത്തെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. പലപ്പോഴും കോൺഗ്രസ് ഇവരുമായിട്ട് സഖ്യത്തിൽ, അതായത് നേരിട്ടല്ലെങ്കിൽ പോലും അസ്വാഭാവികമായിട്ടുള്ള സഖ്യത്തിലൊക്കെ ഏർപ്പെടാൻ ശ്രമിക്കാറുണ്ട്. കാരണം BJPയെ പരാജയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ച്. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AUDFൻ്റെ പ്രകടനം വളരെ മികച്ചതായിരിക്കും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. കാരണം അവരുടെ ജനസംഖ്യാ വർധനവ് അനുസരിച്ച് തന്നെ കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യും പൊളിറ്റിക്കലി, ഇലക്ടോറലി ഒക്കെ എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. ഏതാണ്ട് 38% ജനവിഭാഗം അസമിലെ മുസ്ലിങ്ങളാണ്. അപ്പോൾ അതിൽ തന്നെ ഈ പറയുന്ന തദ്ദേശീയ മുസ്ലിങ്ങളല്ല ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഈ മുസ്ലിം വിഭാഗക്കാരിൽ അസമിലേക്ക് നുഴഞ്ഞു കയറിയ, പല കാലഘട്ടങ്ങളായി നുഴഞ്ഞു കയറിയ മുസ്ലിങ്ങളാണ്. അസമിൽ ഇതൊരു ഹോട്ട് ടോപ്പിക്കായിട്ട്, അതായത് ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിങ്ങളുടെ അനധികൃത കുടിയേറ്റം, ഇതൊരു ഹോട്ട് ടോപ്പിക്കായിട്ട് വർഷങ്ങളായി 1950കളിലും 60കളിലും 70കളിലും എല്ലാം ഇത് വലിയ ചർച്ചയായിരുന്നു. NRCയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ. പിന്നെ ഈ 1951 അസമിലെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ബിമല പ്രസാദ് ഛാലിയ ഒരു വലിയ നീക്കം നടത്തിയിരുന്നു. പരമാവധി ഇത്തരം അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി അവരെ രാജ്യത്ത് നിന്ന് പുറത്താക്കാനുള്ള, അല്ലെങ്കിൽ സംസ്ഥാനത്ത് നിന്ന് പുറത്താക്കി ബംഗ്ലാദേശിലേക്ക് അയക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നടത്തിയിരുന്നു. പ്രത്യേകിച്ച് NRC ആധാരമാക്കിയായിരുന്നു അന്നത്തെ അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ. പക്ഷേ അന്ന് അതിനെ എതിർത്തത് പിൽക്കാലത്ത് നമ്മുടെ പ്രസിഡൻ്റായ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. ഫക്രുദ്ദീൻ അലി അഹമ്മദ് അസമിൽ നിന്നുള്ള ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ടാക്ടിക്സിന് ഓരോ തെരഞ്ഞെടുപ്പിലും പരമാവധി ഭൂരിപക്ഷം നേടുക എന്നുള്ളത് ഈ ഒരു രീതിയിൽ, അതായത് ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകൾക്ക് പൗരത്വം നൽകുക, അല്ലെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരം നൽകുക, എന്നിട്ട് സ്വാഭാവികമായിട്ട് ഒരു വോട്ട് ബാങ്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ത്യയിലെ അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിച്ച മനുഷ്യനാണ്. വളരെ കുപ്രസിദ്ധനായ ഒരു കോൺഗ്രസ് നേതാവാണ്. അപ്പോൾ അദ്ദേഹം ഇതിനെ വലിയ തോതിൽ എതിർക്കുകയാണ് ഉണ്ടായത്. കാരണം ഇത് നടപ്പാക്കാൻ പറ്റില്ല, ഇത് മുസ്ലിം വിഭാഗക്കാർക്കെതിരെയാണെന്നുള്ള ഒരു നെറേറ്റീവാണ് അന്ന് അദ്ദേഹം കൊണ്ടുവന്നത്. നമ്മൾ ആലോചിക്കേണ്ടത് ഇതൊരിക്കലും മുസ്ലിം വിഭാഗക്കാർക്കെതിരെയുള്ള ഒരു വിഷയമല്ല. കാരണം ബംഗ്ലാദേശികൾ എങ്ങനെയാണ് ഇന്ത്യൻ മുസ്ലിങ്ങളായി മാറുക? സ്വാഭാവികമായിട്ടും നമുക്കറിയാം, വിഭജനം സംഭവിച്ചു. വിഭജനത്തിന് ശേഷം ബംഗ്ലാദേശ് ആദ്യം കിഴക്കൻ പാകിസ്ഥാനായിരുന്നു, പിന്നീട് ബംഗ്ലാദേശായി മാറി. അപ്പോൾ അവർ പ്രത്യേക രാഷ്ട്രമാണ്. അവിടെയാണെങ്കിൽ ഒരു പോപ്പുലേഷൻ എക്സ്പ്ലോഷനൊക്കെ നടക്കുന്ന ഒരു രാഷ്ട്രമാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ആളുകളെ കൂടി ഫീഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഇന്ത്യക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് വളരെ ദയനീയമായ ഒരു സാഹചര്യം തന്നെയാണ്. കാരണം നമുക്കത് 140 കോടിയിലധികം ജനസംഖ്യയുടെ, അതിൽ തന്നെ ഇപ്പം എത്ര പേർ ബംഗ്ലാദേശികളുണ്ട് എന്നുള്ളത് ഒരിക്കലും തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. 5 കോടിയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ബംഗ്ലാദേശി ഒറിജിനായുള്ള ആളുകൾ ഇന്ത്യയിൽ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അതിൽ കൂടുതലുണ്ടാകുമെന്ന് പറയുന്നു. പ്രത്യേകിച്ച് ഇവരുടെ ആ ഒരു സ്വാധീനം, അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു പോപ്പുലേഷൻ പലയിടങ്ങളിലും പല പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പം ഈ ഒരു പോപ്പുലേഷൻ ബംഗാളിലും അസമിലും ഏതാണ്ട് വല്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അസമിൽ അധികം വൈകാതെ തന്നെ ഒരു ബംഗ്ലാദേശി മുഖ്യമന്ത്രിയാവുമെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് AUDFൻ്റെ വളർച്ച, ഓരോ തെരഞ്ഞെടുപ്പിലും അവർ കൂടുതൽ സീറ്റുകളൊക്കെ നേടുന്നൊരു സാഹചര്യമാണ് നിൽക്കുന്നത്. അധികം വൈകാതെ തന്നെ ഒരു ബംഗ്ലാദേശി മിയ മുസ്ലിം ആയിരിക്കും അസമിൻ്റെ മുഖ്യമന്ത്രി ആവുക എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായ കാര്യമാണ്. അതൊരു ഒഴിവാക്കാൻ പറ്റുന്നൊരു വിഷയമല്ല. ആ രീതിയിലാണ് അവിടുത്തെ പോപ്പുലേഷൻ മാറിയിരിക്കുന്നത്. കാരണം ഈ ഒരു ഹിന്ദു ജനസംഖ്യ ക്രമാതീതമായി അസമിൽ കുറയുന്നു. ബംഗ്ലാദേശി മുസ്ലിങ്ങൾ വളരെ വലിയ രീതിയിൽ തന്നെ, അവരിപ്പോൾ ഒരു 40% അടുത്ത് പോപ്പുലേഷനുണ്ട്. ഈ ബംഗ്ലാദേശി ഒറിജിനലുള്ള ആളുകളുടെ കുടിയേറ്റം വലിയ പ്രശ്നമാണ് സൃഷ്ടിക്കുന്നത്. വലിയ നഗരങ്ങളിൽ പോലും, മുംബൈ, ബാംഗ്ലൂർ, പിന്നെ ഡൽഹി, എല്ലായിടങ്ങളിലും വ്യാപകമായി തന്നെ ഈ ബംഗ്ലാദേശി ഒറിജിനായ മുസ്ലിങ്ങൾ വന്നിട്ടുണ്ട്. അത് പല രീതിയിലാണ്. അതിന് ചരിത്രപരമായ ചില കാരണങ്ങളുണ്ടാവും. അതുകൂടാതെ തന്നെ നമ്മുടെ BSF ഉൾപ്പെടെയുള്ള ഫോഴ്സസിൻ്റെ കാര്യക്ഷമതയില്ലായ്മ, പല പ്രശ്നങ്ങളുണ്ട്. പിന്നെ പൊളിറ്റിക്കലി ഇതുപോലെ കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ അവരുടെ വോട്ട് ബാങ്ക് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ അവരുടെ വോട്ട് ബാങ്ക് എന്നുള്ള രീതിയിലാണ് ഈ ബംഗ്ലാദേശി കുടിയേറ്റത്തെ കാണുന്നത്. കാരണം അവർക്ക് ഏത് വിധേനയും വിജയിക്കണം. അതിന് താൽക്കാലികമായിട്ട്, അത് വളരെ ചെറിയ കുറച്ച് കാലത്തേക്കുള്ള അജണ്ട മാത്രമേ ഇത്തരം പാർട്ടികൾക്ക് ഉണ്ടാവുള്ളൂ. എന്തായാലും രാജ്യം വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം ഇത്രയും വലിയ ഒരു
നുഴഞ്ഞുകയറ്റം രാജ്യത്തുണ്ടായിരിക്കുന്നു. അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണെന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് സംശയമൊന്നും വേണ്ട.